മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കോഴ്സിന് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, എന്താണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റിന്റെ ഉപകാരം എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. ബേസിക്കലി ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കോഴ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായിട്ട് ഇന്റേണൽ എക്സാമും എക്സ്റ്റേണൽ എക്സാമും എഴുതി യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന നോമ്പുകൾ അനുസരിച്ച് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ് ക്രെഡിറ്റുകൾ അറ്റൈൻ ചെയ്ത് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ വേറെ ഗൾഫിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജോലിക്ക് കയറുമ്പോഴോ നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിൽ കയറുന്ന സമയത്തോ നമ്മൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട പരീക്ഷ എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെയാണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് നമ്മളോട് ചോദിക്കുക. സോ യൂഷ്വലി ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും ഇപ്പം കേരളത്തിന് വെളിയിൽ ചെയ്തൊരു കോഴ്സിന് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന് വെളിയിലുള്ള ഒരു പർപ്പസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ കാണാനായിട്ട് പോകുന്നത്. സോ നമ്മൾ അതിനെ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്ന് ക്രോമിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ജെനുവിനസ് വെരിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് വരും. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സുവേഗ സ്റ്റുഡന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഈ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാണ് ഈ ആപ്ലിക്കേഷൻ ഫോം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ആപ്ലിക്കേഷൻ ഫോർ ജെനുവിനസ് വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ. ഫസ്റ്റ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ്. നിങ്ങളുടെ പേര്, മേൽവിലാസങ്ങൾ എഴുതുക. എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അതിനകത്ത് പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട്, പിൻകോഡ് കൃത്യമായിട്ട് എഴുതുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, നിങ്ങൾ പഠിച്ച പ്രോഗ്രാം ഏതാണ്. ഫോർ എക്സാമ്പിൾ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. യൂണിവേഴ്സിറ്റി രജിസ്റ്റർ നമ്പർ ഏതാണ്, നിങ്ങൾ പഠിച്ച കോളേജ് ഏതാണ്. അതല്ല നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഡിസ്റ്റൻസ് മോഡിലാണ് പഠിച്ചെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിക്കൊടുന്ന സെന്ററിന്റെ പേര് ഏതാണ്, ഏത് മാസം അല്ലെങ്കിൽ ഏത് വർഷമാണ് നിങ്ങൾ എക്സാം പാസ്സായത്, എന്ത് പർപ്പസിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ വെരിഫിക്കേഷന് വേണ്ടിയാണോ അതോ ഏതെങ്കിലും അറ്റസ്റ്റേഷൻ പർപ്പസിനുണ്ട്, ആ പർപ്പസ് എഴുതുക. എത്ര ഡോക്യുമെന്റുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മാത്രമാണോ, ആ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് വേണോ, എന്തൊക്കെ വേണം. ദെൻ മോഡ് ഓഫ് ഫോർവേഡിംഗ് ദ അറ്റസ്റ്റഡ് ഡോക്യുമെന്റ്. ഈ അറ്റസ്റ്റഡ് ഡോക്യുമെന്റ് നിങ്ങൾ എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പോസ്റ്റൽ ആയിട്ട് അയക്കുക എന്നുള്ളതാണോ അതോ ഇലക്ട്രോണിക് മോഡിൽ PDF ഡോക്യുമെന്റ് ചെന്നാൽ മതിയോ, അത് രണ്ട് ഡോക്യുമെന്റ് ഇവിടെ ചെല്ലണം. ദെൻ ഇലക്ട്രോണിക് മോഡിൽ ചെന്നാൽ മതിയെങ്കിൽ ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ വേണ്ടത് ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ മെൻഷൻ ചെയ്യുക. അഡ്രസ് ടു വിച്ച് ഡോക്യുമെന്റ് ഈസ് ടു ബി ഫോർവേഡ് ബൈ പോസ്റ്റ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് പർപ്പസ് ഓഫ് വെരിഫിക്കേഷൻ വേണ്ടിയാണ് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് അയക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഓഫീസിന്റെ അഡ്രസ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. നിങ്ങൾക്ക് ഇനി പേഴ്സണൽ കോപ്പി വേണമെങ്കിൽ, പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക. ഇവിടെ ഒന്നാമത് ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോഴാണ് പോകുന്ന ഏതാണ് റെസ്പെക്റ്റീവ് ഓഫീസ്, ആ റെസ്പെക്റ്റീവ് ഓഫീസിന്റെ മെയിലേക്ക് പോകും. ആ റെസ്പെക്റ്റീവ് ഓഫീസിലേക്ക് അത് ഹാർഡ് കോപ്പി പോകും. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോപ്പി ബൈ പോസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്താ പറയുക യെസ് കൊടുക്കുക, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അതിനാവശ്യമുള്ള പോസ്റ്റൽ ചാർജ് എത്രയാണോ ആ പോസ്റ്റൽ ചാർജ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. വെദർ മൾട്ടിപ്പിൾ OT ഓർ അതായത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പല കോഴ്സുകൾക്ക് വെരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഫീസാണ് കൊടുക്കേണ്ടത്. ഫീസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നോക്കി, ജെനുവിനസ് വെരിഫിക്കേഷൻ ഈസ് എ മോഡ് ഓഫ് എൻഷുറിംഗ് ജെനുവിനസ് ഓഫ് ദ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ഡോക്യുമെന്റ്സ്. ദ ഫോട്ടോ കോപ്പീസ് ഓഫ് ദ ഡോക്യുമെന്റ് സബ്മിറ്റഡ് വിൽ ബി വെരിഫൈഡ്. അതായത് നമ്മൾ ഫോട്ടോ കോപ്പീസ് കൊടുക്കണം, അത് അവർ വെരിഫൈ ചെയ്യുകയും ദ അറ്റസ്റ്റഡ് കോപ്പി, അതായത് അറ്റസ്റ്റഡ് കോപ്പിയും ഇത് അതിന് നെസസറി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റും ജെനുവിൻ ആണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റും വിൽ ബി ഫോർവേഡഡ് ടു ദി അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദ ആപ്ലിക്കേഷൻ സീൽഡ് കവർ. അതായത് ഏത് അഡ്രസ്സിലേക്കാണ് നമുക്ക് വേണ്ടത് ആ അഡ്രസ്സിലേക്ക് അവർ അയച്ചു കൊടുക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ക്യാൻ ബി സബ്മിറ്റഡ് ഐദർ ബൈ ദ കാൻഡിഡേറ്റ് ഓർ ബൈ ദ എംപ്ലോയർ ഫോർ ദ വെരിഫിക്കേഷൻ. അതായത് ഈ ആപ്ലിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോം അനുസരിച്ച് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റിന് വേണേൽ സമർപ്പിക്കാം, അല്ലെ ഏത് ഓഫീസിലാണ് വെരിഫിക്കേഷൻ ആവശ്യം ഓഫീസിൽ വേണമെങ്കിൽ സമർപ്പിക്കാം. അറ്റാച്ച് കോപ്പീസ് ഓഫ് ദ ഡോക്യുമെന്റ് ടു ബി വെരിഫൈഡ് ആൻഡ് ഫോർവേഡ്. അതായത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ഫോർ ഡോക്യുമെന്റ് ഏതാണോ അത് കൃത്യമായിട്ട് കോപ്പികൾ കൊടുക്കുക. ദെൻ എന്താണ്, ഫോട്ടോ കോപ്പീസ് മാത്രം മതി. ആ ഫോട്ടോ കോപ്പീസ് എന്ന് പറയുന്നത് നീറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതിൽ വേറൊരു മാർക്കിങ്ങുകളോ അറ്റസ്റ്റേഷൻസോ ഒന്നും പാടില്ല. പേ ദ റിക്വയർഡ് ഫീ. ഓൺലൈൻ പേയ്മെന്റിലാണ് എങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് യൂസിംഗ് ദ ഓൺലൈൻ അണ്ടർ ദ പ്രോസസ് കോഡ്. അവന് ഉപയോഗിക്കേണ്ട പ്രോസസ് കോഡ് എന്ന് പറയുന്നത് AG08 ട്രാൻസ്ക്രിപ്റ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടത്. അതല്ല നിങ്ങൾക്ക് ചില യൂണിവേഴ്സിറ്റിയോട് ചില ഓഫീസ് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ട് പേ അടയ്ക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ് എന്ന് പറയുന്നത് ദ കൺട്രോളർ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, മലപ്പുറം, കേരള എന്ന് പറയുന്നതാണ്. ദെൻ എന്താണ്, ഇന്ത്യക്കുള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ കോപ്പി, അതായത് നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ഒരു പേഴ്സണൽ കോപ്പി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സണൽ കോപ്പിക്ക് നിങ്ങൾ പോസ്റ്റൽ ചാർജ് മാത്രം കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോസ്റ്റൽ ചാർജ് എത്ര രൂപയാകോ അതോടെ കൂട്ടി നിങ്ങൾ പേയ്മെന്റ് നടത്തേണ്ടതാണ്. ഇതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഉദാഹരണം എഴുതുകയാണ്. 2024 ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാസ്സായ ഒരു വ്യക്തി കൺസിഡർ ചെയ്യണം. അയാൾ 2024 കോഴ്സ് പാസ്സായി. അപ്പൊ ആ ഡോക്യുമെന്റിന് വേണ്ടി അയാൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 1925 രൂപ. 2024 പാസ്സായതുകൊണ്ട് 3 വർഷം ആയില്ല ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എന്താണ് സെർച്ച് ഫീസ് എന്ന് പറയുന്നത് 270. അതല്ല, നിങ്ങൾ കോഴ്സ് പാസ്സായിട്ട് 3 മുതൽ 10 വർഷമായെങ്കിൽ 520 രൂപ, 10 വർഷത്തിന് മുകളിലായെങ്കിൽ 970 രൂപ. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ റെസ്പെക്റ്റീവ് കാറ്റഗറി വരുന്നത് ആ എമൗണ്ട് കൂടി വരിക. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് കോപ്പി, ദോസ് ഹു നീഡ് എ സോഫ്റ്റ് കോപ്പി മാത്രം, അതായത് സോഫ്റ്റ് കോപ്പി മാത്രം മതി എന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഫീ ദോസ് ഹു നീഡ് ദ സോഫ്റ്റ് കോപ്പി മാത്രം മതി എന്നുള്ളവർക്ക് 115 രൂപ. ദെൻ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, എത്രയാണ് 50 രൂപ. ഇതെല്ലാം കൂടെ ചേർത്ത് ഫുൾ കൂട്ടിയെടുത്തിട്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് പോസ്റ്റലായിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരണമെങ്കിൽ ആ ഒരു പൈസ കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്പീഡ് പോസ്റ്റിലേക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 100 രൂപ 150 രൂപ വരെ നിങ്ങൾ അത് എത്രത്തോളം വെയിറ്റ് വരും എന്നൊക്കെ കണക്കാക്കിയിട്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുന്നതാണ്. ദെൻ എന്തൊക്കെയാണ് അബ്സ്ട്രാക്ട് ഓഫ് ദി അക്കാദമിക് റെക്കോർഡ്. എന്താണ് അബ്സ്ട്രാക്ട് ഓഫ് ദി അക്കാദമിക് റെക്കോർഡ് എന്ന് പറയുന്നത്? ഡീറ്റെയിൽസ് ഓഫ് സച്ച് ആസ് മോഡ് ഓഫ് സ്റ്റഡി, അതായത് ഡിസ്റ്റൻസ് ആണോ റെഗുലർ ആണോ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ വേറെ ഏത് ലാംഗ്വേജിലാണോ പഠിച്ച്, ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഗ്രാം 2 ഇയർ ആണോ 3 ഇയർ ആണോ, പീരീഡ് ഓഫ് സ്റ്റഡി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്, ക്വാളിഫിക്കേഷൻ ഫോർ അഡ്മിഷൻ, അതായത് ഈ കോഴ്സ് നിങ്ങൾ അഡ്മിഷൻ എടുത്തത് ഏത് ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിലാണ്, എക്സ്റ്റേണൽ മാർക്കിന്റെ ഇന്റേണൽ മാർക്കിന്റെ ക്രൈറ്റീരിയ എന്താണ്. ഫോർ എക്സാമ്പിൾ 50 മാർക്ക് ഇന്റേണൽ ഉണ്ടെങ്കിൽ അതിൽ എത്ര മാർക്ക് വേണം, 100 മാർക്കിൽ എക്സ്റ്റേണൽ ഉണ്ടെങ്കിൽ എത്ര മാർക്ക് വേണം പാസ് ആവാനായിട്ട്. Accreditation of the university and affiliation of the college sought by the institution will be issued with the genuineness verification if request on receipt of payment of the required fees and submission of the application. For example, നിങ്ങൾ ഈ application ഫോമിനകത്ത് നിങ്ങൾ abstract of the academic records are issued separately or with the official transcript or genuineness verification if required. For example, ഈ ഡീറ്റെയിൽ അതായത് അക്കാദമിക് റെക്കോർഡിന്റെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ഈ ഡോക്യുമെന്റുകളെല്ലാം റെഡിയാക്കി. ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പീസ് വെരിഫിക്കേഷൻ വേണം. ഫീസ് അടച്ചിരിക്കണം. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കുന്നു. അപ്പോൾ ഓൺലൈൻ ഫീസിന്റെ ഒരു പേയ്മെന്റ് നമ്പർ കിട്ടും. ആ പേയ്മെന്റ് നമ്പർ ഇവിടെ ഫില്ല് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കോപ്പികളും കൂടി വെച്ചിട്ട് എന്താ ഈ പറയപ്പെടുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കേ എന്തൊക്കെ ഫീസ് വേണം. ഫീ ഫോർ ജെനുവിനസ് വെരിഫിക്കേഷൻ ആവശ്യമുള്ള ഫീസ്, സെർച്ച് ഫീസ്, പോസ്റ്റേജ് ഫീസ്. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ഇന്ത്യക്ക് വെളിയിലേക്ക് അയക്കേണ്ടതെങ്കിൽ ഇവിടെ പോസ്റ്റൽ ചാർജ് തന്നിട്ടുണ്ട്. ആ കറസ്പോണ്ടിങ് പോസ്റ്റൽ ചാർജ് കൂടി നിങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ അയക്കേണ്ടത് UAE-യിലേക്കാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് UAE-യിലേക്കാണെങ്കിൽ UAE-യിലേക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് അത് പോസ്റ്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ 1400 രൂപ, 18% GST കൂടി 1652 രൂപ. നെക്സ്റ്റ് 5 ഫോൾഡ് ഫിഗറിലേക്ക് സറൗണ്ട് ചെയ്യുമ്പോൾ 1655 രൂപ. അപ്പൊ ആ ഫീസിന്റെ കൂടെ 1655 രൂപ പോസ്റ്റൽ ചാർജ് കൂടി നിങ്ങൾ ചേർക്കേണ്ടി വരും. അപ്പൊ ഈ ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാജ്യത്തേക്കുള്ള ഫീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തുക. ഈ ഒരു പർട്ടിക്കുലർ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന ഒരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. അതിന് പ്രകാരം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.